ബുള്ളറ്റ് സ്വന്തമാക്കിയ കാലം മുതൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു റൈഡർ മാനിയ എന്നുള്ളൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്നുള്ളത്. പക്ഷേ ഇത്തവണ അവർ പേര് മാറ്റിയിട്ടുണ്ട്. മോട്ടോവേഴ്സ് എന്നാണ് ഇത്തവണ അവരുടെ പേര് വരുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ കിഡിലൻ പ്രോഗ്രാമാണ്. സോ വെൽക്കം ടു ദ വീഡിയോ. ഇറ്റ്സ് മീ റേഷ്. വർഷങ്ങളായിട്ട് റോയൽ എൻഫീൽഡ് നടത്തിക്കൊണ്ട് വരുന്നൊരു പ്രോഗ്രാമാണ് ഈ റൈഡർ മാനിയ, അല്ലെങ്കിൽ ഇപ്പോൾ മോട്ടോവേഴ്സ്. എല്ലാ വർഷവും ഇതുപോലെ എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാരും ഇവിടേക്ക് എത്താറുണ്ട്. അധികം ഈ പരിപാടി നടക്കുന്നത് ഗോവയിൽ വെച്ച് തന്നെയാണ്. ആദ്യം നമുക്ക് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടി നോക്കാം. ടിക്കറ്റിന് പ്രൈസ് വരുന്നത് 3,500 അതിന് വെർത്താണോ എന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം. എന്തൊക്കെയുള്ളത് നമുക്ക് നേരിട്ട് കാണാം. പേയ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതുപോലൊരു സാധനം വെച്ച് കൈമേലേക്ക് അങ്ങനെ ലോക്കാക്കി തന്നിട്ടോ. അതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ്. പിന്നെ ഒരു കവർ എടുത്ത് കൈ തന്ന് അതിലൊരു ടീഷർട്ട്, ഒരു കപ്പ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി ഇതാ ഫ്രീ ചെക്കപ്പ്, റോയൽ എൻഫീൽഡിനൊക്കെ ഫ്രീ ചെക്കപ്പ് ഉണ്ട്. ഫുള്ള് സെറ്റാക്കി ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിന് ഉള്ളിലേക്ക് പോകാൻ പോവാണ്. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോവാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ അറിയോ, എല്ലാ സ്റ്റേറ്റിലുള്ള വണ്ടീസും ഉണ്ട് കേട്ടോ. എല്ലാ സ്റ്റേറ്റ് നമ്പർ പ്ലേറ്റ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്നാൽ പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. പ്യുവർ പെർഫോമൻസ് പറഞ്ഞിട്ട് ഒരു സ്റ്റാൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റാളല്ല, ഒരുപാട് സ്റ്റാള്. പ്രമുഖ ബ്രാൻഡ്സിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും അവരുടെ വണ്ടി ഡിസ്പ്ലേയിലൊക്കെ വെച്ചിട്ടുണ്ട്. ആ വണ്ടിയൊക്കെ നമുക്ക് ഓടിച്ച് നോക്കി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓരോ കൗണ്ടറിൽ ചെല്ലുമ്പോഴും അവരുടേതായ ഒരു കീ ചെയിൻ, ഒരു സ്റ്റിക്കർ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ തരും കേട്ടോ. പിന്നെ ഒരു ലക്കി ഡ്രോയിൽ പങ്കെടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടാവും. എല്ലാ കൗണ്ടറിലും ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ട്. കാരണം നമുക്ക് ഈ പൈസ കൊടുത്തത് നമുക്ക് മുതലാക്കി എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണിത്. 25,000 രൂപേൻ്റെ സൈലൻസറാണ് റെഡ് റോസ്റ്റർ നമുക്ക് തരാൻ പോകുന്നത്. അതായത് ലക്കി വിന്നറായ ഒരാൾക്ക് കിട്ടും, എല്ലാവർക്കും ഇല്ല. നമുക്ക് ഏതായാലും ഇനി അടുത്ത ഏരിയയിലേക്ക് പോയി നോക്കാം. കാരണം നമുക്കിവിടെ വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ വണ്ടിയിൽ ഇത്രയും വലിയ പെർഫോമൻസ് എക്സോസ്റ്റ് കാര്യങ്ങൾ വെക്കാൻ പറ്റിയൊരു വണ്ടിയല്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത കൗണ്ടറിലേക്ക് പോയി നോക്കാം അവിടെ എന്താ ഉള്ളതെന്ന്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് അവർ കിഡില്ല സാധനം. നല്ല റാലി ടവർ ഹെഡ്ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തൊരു ഹിമാലയന്. എന്തുണ്ടായിട്ട് എന്താ കാര്യമോ, നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. നമ്മളെ MVD സമ്മതിക്കൂലല്ലോ. ഇവിടുന്ന് കുറേ ആൾക്കാർ നടന്നിങ്ങനെ പോകുന്നുണ്ട് അങ്ങോട്ട്. നമ്മളേതായാലും പോയി നോക്കുക എന്താ അവിടെ ഉള്ളതെന്ന് അറിയില്ല. കാര്യമായിട്ട് എന്തോ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. സംഗതി വേറെ ഒന്നുമല്ല, ഒരു മരണക്കിണറിൽ ഒരു ലൈവ് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. സാധാരണ നമ്മൾ ഈ മരണക്കിണറിൽ കാണൽ ഈ RX100, CT100 അങ്ങനത്തെ ചെറിയ ബൈക്സാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക് വെച്ചിട്ട് മരണക്കിണറിൽ ഓടിക്കുന്നത് കാണുന്നത്. സംഗതി ഏതായാലും കൊള്ളാം. അവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. തൽക്കാലം ഒന്ന് കണ്ടു നോക്കി നമുക്ക് എങ്ങനെ ഉണ്ട് നോക്കാം പെർഫോമൻസ്. ഇതിൻ്റെ മുകളിൽ കയറിയപ്പോൾ അത് അടുത്ത ടീമിൻ്റെ എൻട്രി. ഇവിടെ ഓരോരോ ടീംസായിട്ട് ഇങ്ങനെ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. അവരൊക്കെ ശക്തി പ്രകടനമാണ്. ഓരോ സ്റ്റേറ്റിലുള്ള ഓരോ റൈഡർ ഗാങ്സാണ്. നമ്മളേതായാലും 2 പേര് മാത്രമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരുപാട് ടീമായിട്ട് 40, 50 ഒക്കെ ഉള്ള ടീംസായിട്ട് വരുന്നവരുണ്ട്. അവരൊക്കെ നല്ല കിഡിലൻ പെർഫോമൻസ് എൻട്രി ഒക്കെ വെച്ചിട്ടാണ് വരുന്നത്. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് കിടക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, നല്ല കിടിലം പെർഫോമൻസ്, ഒന്നും പറയാനില്ല. എന്നവർ ഞെട്ടിച്ച് കളഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നീങ്ങാം. ഇവിടെ കുറച്ച് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ബൈക്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ എല്ലാവരും പറയുന്നൊരു കാര്യമായിരുന്നു റോയൽ എൻഫീൽഡിന് അപ്ഡേഷൻസ് ഇല്ല. ഇപ്പോൾ അത് അപ്ഡേഷൻ കൊണ്ടൊരു രക്ഷയില്ല. ആക്സറീസും എല്ലാ കാര്യങ്ങളും അവർ ഫുള്ള് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ബൈക്സ് പുതിയ ഇറങ്ങിയിട്ടുണ്ട്. ഇലക്ട്രിക് ബൈക്ക് പുതിയ വരാനിരിക്കുന്ന ഇലക്ട്രിക് ബൈക്ക് ഉണ്ട്. പിന്നെ ഗറില്ല മോഡൽസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മോഡൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി വല്ലാതെ പറയുന്നില്ല. ഇത് ഇലക്ട്രിക് മോഡലാണ്. പിന്നെ ഹിമാലയന് പുതിയ മോഡൽസ്, അതിൻ്റെ ആക്സറീസും കാര്യങ്ങളും റോയൽ എൻഫീൽഡ് തന്നെ സപ്ലൈ ചെയ്യുന്ന ആക്സറീസും കാര്യങ്ങളും അതിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇത് പുതിയ വന്ന 450 മോഡലായ സ്ക്രാംബ്ലറാണ്. നല്ല അടിപൊളി സാധനങ്ങൾ ഇഷ്ടം പോലെ വന്നത്. ഇത് BR 650. അടുത്ത കൗണ്ടറാണ് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞത്. ബാംഗ്ലൂരിലുള്ള ഒരു ടീം കസ്റ്റം ബിൽഡ് ചെയ്ത കുറച്ച് ബൈക്സാണ്. ഇത്
ഇത് റോയൽ എൻഫീൽഡിന് തന്നെ ബൈക്കാണോ എന്ന് തന്നെ സംശയം തോന്നി. കാരണം ഇതൊക്കെ റോയൽ എൻഫീൽഡിൻ്റെ ഷോട്ട് ഗൺ 650 എന്ന് പറഞ്ഞൊരു മോഡൽ മോഡിഫൈ ചെയ്തിട്ടാണ് ഈ ഒരു ഇതിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തത്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റാത്ത കോലത്തിൽ ഒരു രക്ഷയില്ലാത്ത സാധനങ്ങൾ. ഇതൊക്കെ കണ്ടു നിന്ന് ടൈം പോയത് അറിഞ്ഞില്ല. തൽക്കാലം റൂമിൽ പോയിട്ട് നാളെ വീണ്ടും തിരിച്ചു വരാം. വീണ്ടും നമ്മൾ ഇവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ 3 ദിവസത്തെ പ്രോഗ്രാമാണ്. ഇന്ന് ഡേ 2 ആണ്. ബാക്കി നമുക്ക് പോയി നോക്കാം. ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇതുപോലത്തെ ഒരു സാധനം നമ്മളെ കൈ കെട്ടിത്തരും. ഇത് കുളിക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ ഒന്നും ദൂരാൻ കഴിയില്ല. 3 ദിവസം കഴിഞ്ഞിട്ട് ഈ സാധനം കട്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സീൻ കൂടി ഉണ്ട്. ഇന്നലെ കൈനപ്പാണി 18 നോക്കി ഈ സാധനം നൂരി മാറ്റിയിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു സമാധാനത്തിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ നടന്നിട്ടില്ല. അപ്പോൾ ഓക്കെ, ഇപ്പം ഇന്ന് വീണ്ടും നമ്മൾ എന്നാലും നമുക്ക് പുതിയൊരു ഏരിയക്ക് പോവാം. റേസ് ട്രാക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ പേര് അവിടുന്ന് റേസിങ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇവൻറ്റ് പോലെ അല്ലെങ്കിൽ ഒരു മത്സരം പോലെ നടക്കുന്ന പ്രോഗ്രാം തന്നെയാണ്. അതിൽ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. നെക്സ്റ്റ് ഇയർ വരുന്നവർക്ക് പങ്കെടുക്കാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം സ്കില്ല് വേണം കേട്ടോ. അതായത് ഇന്ത്യയിലെ ടോപ്പ് റൈഡേഴ്സാണ് റൈഡ് ചെയ്ത് പോകുന്നതൊക്കെ. പിന്നെ വേറൊരു കാര്യം, ഇതെല്ലാം റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സ് തന്നെയാണ് കേട്ടോ. ഞാനും ആദ്യം വിചാരിച്ച് വേറെ ഏതോ ആണെന്ന്, പിന്നെയാണ് മനസ്സിലായത്. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നീങ്ങിയാലോ. ഹൗസ് ഓഫ് ക്ലാസിക്കിൻ്റെ ഒരുപാട് പുതിയ മോഡൽസ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പുതിയതായിട്ട് വന്നൊരു മോഡലാണ് ഗോവൻ ക്ലാസിക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പല കളേഴ്സിൽ ഡിഫറെൻ്റ് ആയിട്ട് സാധനം ഇറക്കിയിട്ടുണ്ട്. ഓരോ കളറിനും ലോഗോക്കും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. പിന്നെ ഹാൻഡിൽ ബാർ കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിൻ്റെ എക്സോസിൻ്റെ സൗണ്ട് കേൾക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം. ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാനുള്ളൊരു ഓപ്ഷനും കൂടിയാണിത്. പിന്നെ ഇത് സിംഗിൾ സീറ്റ് അല്ല കേട്ടോ, ഡബിൾ സീറ്റും ആയിട്ടുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതിൽ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് അതിൻ്റെ ബാക്ക് സീറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദ ഓൾ ന്യൂ ക്ലാസിക് 650 നല്ല അടിപൊളി സാധനം. ഞാൻ റോഡ് ഭരിക്കാൻ പോകുന്ന ഒരു ഐറ്റം ആട്ടത്. പൊളിക്കും. കാരണം നല്ല പവറുള്ള ക്ലാസിക് സെയിം ലുക്കിൽ വരുന്നൊരു ഐറ്റം. അത് ട്വിൻ സൈലൻസർ വരുന്നുണ്ട്. വെറൈറ്റി ഒരു സംഭവം കാണിച്ചിട്ട് കേട്ടോ. ആ ബൈക്കിൻ്റെ ബാക്കിൽ ഒരു ഇരിക്കണ കേട്ടോ. അവനാ ഇരുത്തം തന്നെയാണ്. നമ്മൾ വന്നപ്പോൾ മുതൽ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഇരുത്തം തന്നെയാണ്. അവന് എൻ്റെ കൂടെ ഡിസ്പ്ലേക്ക് വെച്ചതാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ എവിടെ പോവാണെങ്കിലും ഉണ്ടല്ലോ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ ആ ടാഗ് ഉണ്ടോ നോക്കിയിട്ടേ ഉള്ളൂ ഉള്ളിലേക്ക് അവർ കടത്തി വിടുള്ളൂ, അല്ലെങ്കിൽ കടത്തി വിടില്ല. 3 ദിവസമൊക്കെ നടന്ന് കാണാൻ മാത്രമുള്ള സംഗതിയുടെ ഉള്ളിലുണ്ടോയെന്ന് ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. വെറുതെ 3500 പോയ പോലെ എനിക്ക് ആദ്യം ഫീൽ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ഓരോ സെക്ഷനിൽ കയറുമ്പോഴും വെറൈറ്റി സംഗതികളാണ് ഇവിടെ കാണാനുള്ളത്. 3 ദിവസം അല്ല, ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ നടന്ന് കാണാൻ മാത്രമുണ്ട്. ഇത് അതേപോലുള്ളൊരു സെക്ഷനാണ്. ഇവിടെ കുറച്ച് ലെജൻസ് ആയിട്ട് ആൾക്കാരുണ്ടല്ലോ, കുറേ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോയ, പിന്നെ കസ്റ്റമായിട്ട് ബൈക്ക് ബിൽഡ് ചെയ്യുന്നവർ, അങ്ങനത്തെ കുറേ ടീംസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയ കുറേ യൂട്യൂബേഴ്സ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ വന്നിട്ട് ഇവിടെ നമ്മൾ റിയലായിട്ട് അവരായിട്ട് സംശയങ്ങൾ ചോദിക്കാം, അവരവരുടെ കാര്യങ്ങൾ പറയും. അങ്ങനത്തെ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു സംഗതി മനസ്സിലായത്. നമ്മളറിയാതെ നമ്മളെ കുറേ പേര് വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മളെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ആ എടുത്ത ഫോട്ടോസൊക്കെ അവർ ഇതേപോലെ ഈ വാളിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കിയിടും. അത് നമ്മളെ ഫോട്ടോസ് ആണെങ്കിൽ നമുക്കത് എടുത്തു പോകാനുള്ളൊരു ഓപ്ഷനുണ്ട്. നമ്മൾ അതേപോലെ നമ്മളെ ഫോട്ടോസ് എങ്ങാനും എടുത്തിട്ടുണ്ടോ എന്ന് കുറേ തപ്പി നോക്കിയിട്ടോ. പക്ഷേ നമ്മളൊന്നും ആരും ഫോട്ടോ എടുത്തിട്ടില്ല, അതുകൊണ്ട് അതിൽ കാണാനുമില്ല. ഇനി നെക്സ്റ്റ് ഡേയിലെങ്ങാനും വരുമോ നോക്കാം. നമുക്ക് ഏതായാലും പ്രതീക്ഷയോടെ നിൽക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അടുത്തത് വന്നതാണ് റോയൽ എൻഫീൽഡിൻ്റെ അപ്പാരൽ സ്റ്റോറാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് റോയൽ എൻഫീൽഡ് ഇത്രയും ഐറ്റംസ് ഒക്കെ ഇറക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ഷോറൂമിലൊക്കെ പോകുമ്പോൾ കുറച്ച് ഐറ്റംസ്, ക്യാപ്സ്, ടീഷർട്ടൊക്കെ കാണാറുണ്ടെങ്കിലും ഇത്രയും ഐറ്റംസ് ഒക്കെ പോലെ ഇറക്കുന്നുണ്ടെന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അത് ബൈക്ക് ഇറക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഏതായാലും പുതിയ ഹിമാലയ വാങ്ങാനൊന്നും പൈസ ഇല്ല, ചെറിയൊന്ന് വാങ്ങണമായിരിക്കും നല്ലത്. വെറും 1700 രൂപയേ ഉള്ളൂ. അപ്പാരൽ സ്റ്റോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ആൾക്കൂട്ടം കണ്ട് പോയി നോക്കിയതാണ്. അവിടെ ഉണ്ട് പഞ്ചഗുസ്തി നടക്കുന്നുണ്ട്. പഞ്ചഗുസ്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ജസ്റ്റ് 2 ആൾ വന്നിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിൽ വിൻ ചെയ്യുന്ന ആൾക്ക് 2000 രൂപ വരെയുള്ള പ്രൈസാണ് കിട്ടുക. ഇതൊക്കെ കണ്ടിട്ട് യൂണിഫോമിലുള്ളൊരു പോലീസുകാരൻ നൈസായിട്ട് കയറിയിരുന്നു. നമ്മളൊക്കെ വിചാരിച്ച് പോലീസുകാരനാണല്ലോ അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ടാവുന്നു, പക്ഷേ നൈസായിട്ട് പൊട്ടിയിട്ടോ ആവശ്യമാണ്. ഞങ്ങൾ കാത്തു നിന്നൊരു അവസരം കറക്റ്റ് സമയത്ത് തന്നെ കിട്ടിയിട്ടോ. ഒരു ലേഡി കയറിയിരുന്നപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഇരിക്കാൻ ആരും തയ്യാറായില്ല. പിന്നെ നമ്മളെന്തായാലും പ്രൈസ് കിട്ടുന്നതല്ലേ. നമ്മളെ പാർട്ട്ണറായ നിയാസ് ഒന്നും ആലോചിച്ചില്ല, നേരെ കയറി അങ്ങോട്ട് ഇരുന്ന് പ്രൈസ് കിട്ടിയിട്ടോ. ഒരു 400 രൂപ വിലയുള്ളൊരു റോയൽ എൻഫീൽഡിൻ്റെ ഫ്ലാസ്ക്. ഒരുപാട് റൈഡിങ് ആക്സറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടീമിൻ്റെ ഒക്കെ സ്റ്റാളുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ കുറേ ബ്രാൻഡിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വാണ്ടർലൂം, ട്രാക്ക് ആൻഡ് ട്രയൽ, അങ്ങനെ ഒരുപാട് ടീംസിൻ്റെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലക്കി ഡ്രോ ആണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഏത് സ്റ്റാൾ കയറിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെയുള്ള പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു കീ ചെയിനും കുറച്ച് സ്റ്റിക്കേഴ്സും ഒക്കെ അവർ ഫ്രീ ആയിട്ട് തരും. ചിലപ്പോൾ ഒരു ചോക്ലേറ്റും തരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ കിട്ടും. അങ്ങനെ ഓരോന്നും ഇങ്ങനെ തപ്പി നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത റൈഡിൻ്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് ഉള്ളൊരു ഷോപ്പ് കണ്ടത് കേട്ടോ. ഇവർ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ലൈഫ് ഓൺ 2 വീൽസ് എന്നാണ് ഇവരെ പേര് വരുന്നത്. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് കയറി നോക്കിക്കോളി, സാധനം നൈസാണ്. എന്നാൽ പിന്നെ കുറച്ച് ഡാൻസ് ആയാലോ നമുക്ക്. ഇവിടെ ഒരു സെക്ഷനിൽ ലൈവ് പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേ മലയാളികളുണ്ട്. നമ്മൾ എവിടെ പോയാലും മലയാളികൾ ഉണ്ടാവുമല്ലോ.
വള്ളംകളി എന്ന് പറഞ്ഞൊരു ടീമിനെ അവിടെ കണ്ട് തൃശ്ശൂരിനുള്ള. അപ്പോൾ കുറച്ച് നേരം അവരെ കൂടെ നമ്മളും കൂടിയിട്ടോ ഒന്ന് വെറുതെ ചാടി കളിക്കാലോ. പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ടൊരു സംഗതി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് റൈഡിംഗ് ഗിയർസിൽ വർഷങ്ങളായിട്ട് വന്നൊരു അപ്ഡേഷൻ ഇല്ലേ, അത് കാണിക്കുന്ന രീതിയിൽ ഇവിടെ സംഗതി ചെയ്ത് വെച്ചിട്ടുണ്ടോ. എന്തായാലും സംഗതി വെറൈറ്റി. എന്നാൽ പിന്നെ കുറച്ച് ഫാഷൻ ഷോ ആയാലോ ഇനി. ഫാഷൻ ഷോ ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. റോയൽ എൻഫീൽഡ് തന്നെ സൺഗ്ലാസുകൾ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് റോയൽ എൻഫീൽഡിൽ സൺഗ്ലാസ് കാണുന്നത്. അത് ഒരുപാട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് ലൈറ്റിങ്ങിൻ്റെ സെക്ഷനാണ്. ഒരു 4000-5000 രൂപക്കൊക്കെ നല്ല കിടിലൻ ലൈറ്റ്സ് ഉണ്ട്. അതേപോലെ ഹെൽമെറ്റ്സ്, ജാക്കറ്റ്സ്, വീണ്ടും ഒരുപാട് സ്റ്റോറുകളുണ്ട്. എല്ലാ സ്റ്റോറും കൂടി നിങ്ങളെ കാണിച്ചിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ല. ആ സ്റ്റോറുകളിലൊക്കെ കയറിയിട്ട് അവിടെയുള്ള ലക്കി ചെറിയ കോൺടെസ്റ്റ് ഉണ്ട്. ആ കോൺടെസ്റ്റിലും പങ്കെടുത്ത് അതേപോലെ അവർ കീ ചെയിനും അവർ തരുന്ന സ്റ്റിക്കേഴ്സും വാങ്ങിയിട്ട് നേരെ അടുത്ത സെക്ഷനിലേക്ക് പോയി. അടുത്ത സെക്ഷൻ നമ്മൾ പോകാൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഇലക്ട്രിക്കൽ വേർഷന് പുതിയ വരാൻ പോകുന്ന അപ്ഡേഷൻസ് ഉണ്ടല്ലോ, അവിടേക്കാണ് നമ്മൾ പോകാം. ഇതുവരെ കണ്ടതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊരു ഏരിയ കേട്ടോ. ഫ്ലൈയിങ് ഫ്ലീ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ പുതിയ വരാൻ പോകുന്ന ഇലക്ട്രിക് ബൈക്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ. പക്ഷേ ഇവിടെ കയറുന്ന സമയത്ത് എല്ലാവരും ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നത് കണ്ട്. പക്ഷേ കയറുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവം എന്നൊരു പിടുത്തം കിട്ടിയില്ലെങ്കിൽ. പക്ഷേ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് എന്താണെന്ന് പിടികിട്ടിയത്. കാരണം അവിടെ ഒരു സൈലൻറ്റ് മ്യൂസിക്, ഒരു സൈലൻറ്റ് DJ സെറ്റപ്പ് ഉണ്ട്. അതായത് നമുക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്ക് പാട്ടൊക്കെ കേട്ടിരിക്കാം. അപ്പോൾ ആ ഒരു ഹെഡ്സെറ്റ് അടിച്ചു മാറ്റി പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഇങ്ങനെ ചെക്കിങ് നിൽക്കുന്നത്, ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഹെഡ്സെറ്റ് ചെവി വെച്ചപ്പോൾ നമുക്കൊരു വേറൊരു ലോകത്തിലേക്ക് പോയൊരു ഫീലിംഗ് ആയിരുന്നു. നല്ല കിടിലം പെർഫോമൻസുള്ള സാധനം. പക്ഷേ ആശാൻ നിയാസിൻ്റെ ചെവിയിൽ ഇത് വെച്ചതിന് ശേഷം ആശാൻ എന്തോ ഇളകിയോ എന്നൊരു സംശയം. ഫുള്ള് കളിയാണ്. ഇവൻ്റെ ഈ കളി കണ്ടിട്ട് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ട് ഇവനെ വീഡിയോ എടുത്തിട്ടോ. അതാ വീഡിയോ എടുക്കണമെന്ന് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഏതോ അടുത്ത പേജിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവൻ്റെ വീഡിയോ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അജാതി കളി ഇനി ചങ്ങായി. ഇതിൻ്റെ പുറത്ത് വേറൊരു സംഗതി കൂടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിട്ടോ. സംഗതി വേറൊന്നുമല്ല, ഈ ഫ്ലൈയിങ് ഫ്ലീൻ്റെ ഒരു കൺസെപ്റ്റ്, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നതിൻ്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് കറക്റ്റ് ആ ഫീലിങ്ങിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൈയിങ് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് 20-30 മിനിറ്റോളം ടൈം എടുക്കുന്നുണ്ട്. നമുക്ക് ഒരു പറക്കുന്നൊരു എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടും. അതൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഗാരേജ് കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു ബുള്ളറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇവർ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടുന്ന് നൈസായിട്ട് വിചാരിച്ച് ചെറിയ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത സെക്ഷനിലേക്ക് നീങ്ങാമെന്ന് വിചാരിച്ച്. സംഗതി ഏതായാലും കൊള്ളാം കേട്ടോ. വെറൈറ്റി ഒരു കൺസെപ്റ്റ് തന്നെയാണിത്, എവിടെയും കൊണ്ടുപോകാമല്ലോ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് അവർ ആർട്ടിസ്റ്റ് കിടന്നിട്ട് വരക്കുന്നുണ്ട്. അപ്പോൾ ലൈവായിട്ട് വരക്കുന്നുണ്ട്, കുറേ പേര് അത് നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് അവിടെ ഒരു വെറൈറ്റി ഒരു സംഭവം കണ്ടത്. ഏരിയ 51 എന്ന് പറഞ്ഞിട്ട് റോയൽ എൻഫീൽഡ് നമ്മളെടുത്തത് നമ്മളെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എന്നുള്ള ലെവലിലാണ് ഇത് വരുന്നത്.
നമുക്ക് വേണമെങ്കിൽ അവിടെ കയറിയിട്ട് നമ്മളെ ബൈക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ടാങ്ക് കപ്പാസിറ്റി എത്രയാണ്, നമുക്ക് എന്താണോ ബൈക്കിൽ ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ ആ സംഗതികളൊക്കെ ചെയ്തിട്ട് നമുക്ക് പറ്റിയൊരു ബൈക്ക് അവർ ഇതിൽ കാണിച്ചു തരും. ഞങ്ങളും ട്രൈ ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചത് ഹിമാലയൻ തന്നെയാണ്. ഹിമാലയൻ 411 ആണ് നമുക്ക് കാണിച്ച വണ്ടി. അതിൻ്റെ കുറച്ചൊരു അപ്ഡേഷൻ വേർഷൻ ആയിട്ടുള്ള കുറച്ച് സെറ്റപ്പുകളൊക്കെയാണ് അതിൽ കാണിച്ചത്. പിന്നെ ഇതിൻ്റെ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഒരു 650 കീ ചെയിൻ കിട്ടിട്ടോ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നൈസായിട്ട് ബിയർ കുടിക്കുന്ന ഒരു സംഭവം. അപ്പോൾ എന്താ നോക്കിയപ്പം ബിയർ തന്നെയാണ് സംഗതി. ലഗാർ എന്ന് പറഞ്ഞ ഒരു ഡ്രിങ്കാണ്. അത് ഫുള്ളായിട്ട് കുടിച്ച് തീർക്കുന്ന ഏറ്റവും ഫസ്റ്റ് തീർക്കുന്ന ആൾക്കാണ് അതിൽ പ്രൈസ് കിട്ടുക. അങ്ങനെ ഇവിടെ ഓരോരോ കോൺടെസ്റ്റുകൾ കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നല്ല നല്ല പ്രൈസും കിട്ടും നമുക്ക്. അത് നോക്കിന്ന് വലത്തോടും തിരിഞ്ഞപ്പോൾ ഇതാ കസ്റ്റമായിട്ട് ബൈക്കിൻ്റെ മുകളിൽ പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടുപേരും ഇരുന്നിട്ട്. ആർട്ട് ഓഫ് മോട്ടോർ സൈക്ലിംഗ് Y3K എഡിഷൻ കേട്ടോ. ഇതിലെ പലവട്ടം തലങ്ങും വലങ്ങും നടന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പോൾ കയറാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴാണ് ഒരു ഗ്യാപ്പ് കിട്ടിയത്. നമ്മളേതായാലും കയറി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. സംഗതി ഏതായാലും കൊള്ളാട്ടോ. കുറേ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്പ്ലേയിലുള്ളത്. കുറേ ആർട്ടിസ്റ്റുകൾ വരച്ച സംഭവങ്ങളാണ്. അവർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറേ ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. സംഗതി ഏതായാലും കൊള്ളാം, നൈസായിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു സൈഡിൽ റൈസിങ് നടക്കുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ നമുക്ക് പങ്കെടുക്കാം, പറ്റുന്നവർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു സൈഡിൽ ക്ലാസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്താൽ അതിലൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാം. റേസിങ് എങ്ങനെ ചെയ്യണം, സ്റ്റണ്ടിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പഠിപ്പിക്കാൻ. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവമാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റിയൊരു സാധനം കൂടിയാണിത്. അതായത് ഒരു ബൈക്കിൻ്റെ മുകളിൽ നമ്മൾ പോവുക, എന്നിട്ട് ആ സംഗതികളില്ലേ ഒരു കയ്യിലൊരു റിങ് ഉണ്ടാവും. ആ റിങ് എടുത്തിട്ട് ആ ഒരു പോയിന്റിലേക്ക് ഇടുന്നവർക്കാണ് പ്രൈസ് കിട്ടുക. ഏറ്റവും കൂടുതൽ കറക്റ്റ് ഇടുന്നവർക്കായിരിക്കും ആ പ്രൈസ് കിട്ടുക. ഞാൻ നോക്കി നിന്ന സമയത്തൊന്നും ആരും അത് മര്യാദയ്ക്ക് കംപ്ലീറ്റ് ചെയ്തില്ല. കാരണം ഒന്നെങ്കിൽ വണ്ടി ഓഫായി പോകും, അല്ലെങ്കിൽ ഇടുന്ന ആൾ കറക്റ്റ് ഇടാനും കഴിയില്ല. അതായത് വണ്ടി ഇങ്ങനെ റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അവിടെയാണ് അതിൻ്റെ പോയിന്റ്. അങ്ങനെ ചെയ്ത ആരും ഞാൻ കണ്ടില്ല. കുറച്ച് നേരം അവിടെ നോക്കി നിന്ന് പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ ഉണ്ടായത്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് സർവീസ് സെൻറ്ററിൽ നിന്ന് കോൾ വന്നത്, വണ്ടി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഏകദേശം 700 കിലോമീറ്ററോളം നാട്ടിലേക്ക് തിരിച്ചു ഓടാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടീഷനിൽ വണ്ടി അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ചാർജ് കാര്യങ്ങളൊന്നുമില്ല. ഇത് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നൊരു സംഗതിയാണ്. സർവീസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ DJ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ DJയിൽ കയറി 2 തുള്ളലങ്ങോട്ട് തുള്ളി പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചിട്ടോ. ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത്. തൽക്കാലം ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും 1-2 സ്ഥലങ്ങളും കൂടി ഗോവയിൽ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.